നമസ്കാരം. ഇസ്രയേലിനെ വീണ്ടും ആക്രമിച്ച് ഇറാൻ. ജെറുസലേം ഇസ്രയേൽ നേരെ വീണ്ടും ആക്രമണവുമായി ഇറാൻ. ഇസ്രയേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയെന്ന് ഇറാനിയൻ സർക്കാർ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ആക്രമണത്തിന്റെ വ്യാപ്തിയോ ലക്ഷ്യമിട്ട പ്രദേശങ്ങളെ കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഇന്ത്യൻ 2020 ടീമിന്റെ ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രേയസ് അയ്യരെ അഭിനന്ദിച്ച് സഹോദരി ശ്രേഷ്ഠ അയ്യർ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച നീണ്ട കുറിപ്പിൽ ശ്രേയസിന്റെ നേട്ടം അസാധാരണവും അഭിമാനവും ഉണ്ടാക്കുന്നതാണെന്ന് ശ്രേഷ്ഠ അയ്യർ പ്രതികരിച്ചു. ഇന്ത്യൻ ടീമിലേക്കുള്ള തിരിച്ചുവരവിൽ സങ്കടങ്ങൾ കുടുംബത്തിൽ നിന്ന് പോലും ശ്രേയസ് മറച്ചു പിടിച്ചതായും സഹോദരി വ്യക്തമാക്കി. സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റൻ സ്ഥാനത്തു നിന്നും നീക്കിയതിനു പിന്നാലെയാണ് ശ്രേയസിനെ പുതിയ നായകനായി BCCI പ്രഖ്യാപിച്ചത്. മണ്ണിടിച്ചിൽ സാധ്യത. പൊന്മുടി ഇക്കോ ടൂറിസം കേന്ദ്രം അടച്ചു. സഞ്ചാരികൾക്ക് പ്രവേശനമില്ല. തിരുവനന്തപുരം കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ പൊന്മുടി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലേക്കുള്ള സന്ദർശകരുടെ പ്രവേശനം താൽക്കാലികമായി നിർത്തിവെച്ചു. പ്രദേശത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ സന്ദർശകരുടെ സുരക്ഷ മുൻനിർത്തിയാണ് വനം വകുപ്പ് തീരുമാനമെടുത്തത്. കുറ്റ്യാടി ചുരത്തിൽ കാർ അപകടത്തിൽപ്പെട്ട ഒരു കുടുംബത്തിലെ 3 പേർക്ക് പരിക്കേറ്റു. വയനാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ 7ാം വളവിൽ വെച്ച് എതിർദിശയിൽ വന്ന മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ റോഡിന്റെ പാർശ്വഭിത്തി ഇടിഞ്ഞ് 5 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രി യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ. ശക്തമായ മഴ പെയ്യുന്നതിനാലും മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നതിനാലും ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനാണ് രാത്രി 7 മണി മുതൽ രാവിലെ 6 മണി വരെ യാത്ര നിരോധിച്ചത്. ന്യൂസ് ഡെസ്ക് സെറ്റ്കോ ന്യൂസ്.